കേവലം ഒരു ചരിത്ര വായനക്കപ്പുറം സമകാലിക ലോകത്തെ അധികാര ശക്തികൾക്കും ആയുധങ്ങളുടെ ഹുങ്കിൽ അഹങ്കരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുമുള്ള എക്കാലത്തെയും വലിയ താക്കീതാണ് ബദർ. ബോംബുകളും അത്യാധുനിക മിസൈലുകളുമായി കടന്നുവരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിം ലോകത്തെ അതുവച്ച് ഭയപ്പെടുത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇരുമ്പിനും തീയിനും ചുട്ടരിക്കാൻ കഴിയാത്ത അചഞ്ചലമായ നെഞ്ചുറപ്പാണ് വിശ്വാസിയുടെ ആയുധമെന്ന് ബദർ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1000 പേരടങ്ങുന്ന സർവസജ്ജരായ സൈന്യത്തെ കണ്ട് അഹങ്കരിച്ചവരായിരുന്നു അന്നത്തെ മക്കയിലെ ഖുറൈശികൾ. എന്നാൽ അതീവ ദുർബലരായിരുന്ന നിരായുധരായിരുന്ന 313ഓളം വരുന്ന ചെറിയ സംഘത്തിന്റെ മുന്നിൽ അവരുടെ അഹങ്കാരങ്ങളും വ്യാമോഹങ്ങളും തകർന്നു വീണു. അത്യാധുനിക ആയുധങ്ങളെ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ശരീരത്തെ കീറിമുറിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ 10,000-കണക്കിന് ആളുകളെ കൊന്നു തള്ളിയാലും വിശ്വാസിയുടെ ആത്മധൈര്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുകയില്ല. അവർ വീണ്ടും വീണ്ടും പിറന്നുകൊണ്ടേയിരിക്കുമെന്ന് ബദർ പഠിപ്പിക്കുന്നു. ലോക മനസ്സാക്ഷിയുടെ കരളലിയിപ്പിക്കുന്ന വീടും കുടുംബവുമെല്ലാം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലും ഇരുന്ന് പുഞ്ചിരിക്കുന്നവരെ വലിയ കൗതുകത്തോടെ കാണുന്നുണ്ടെങ്കിൽ സത്യത്തിനു വേണ്ടി പോരാടി മരിക്കുക എന്നത് വിശ്വാസിയുടെ കഴുത്തിൽ ഹാരമണിയിക്കുന്ന ഷഹാദത്തിന്റെ പൂമാലയാണെന്ന് ഓരോ മുഅ്മിനും ഉറച്ചു വിശ്വസിക്കുന്ന കാലത്തോളം തോൽവി സാധ്യമല്ല എന്ന് ബദർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബദർ മരുഭൂമിയിൽ അവസാനിച്ച ഒരു യുദ്ധമല്ല. ലോകാവസാനം വരെ ആയുധം കൊണ്ടും അധികാരം കൊണ്ടും അഹങ്കരിക്കുന്ന എല്ലാ ഫറോവമാർക്കും അബൂജഹലുമാർക്കുമുള്ള താക്കീതാണ് ബദർ. ശത്രുവിന്റെ വലുപ്പം കണ്ടോ ആധുനികതയുടെ കണക്കുകൂട്ടലുകൾ കണ്ടോ ഒരിക്കലും നാം ഭയപ്പെടേണ്ടതില്ല. ഒരു സത്യവിശ്വാസിയുടെ ആത്മധൈര്യവും ദൃഢമായ വിശ്വാസവും എത്രമേൽ ഘനമുള്ളതാണോ അവന് വിജയം സുനിശ്ചിതമാണെന്ന് ബദർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.